ഹലോ, എൻ്റെ പേര് ശ്രീഹരി. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കൂട്ടിക്കാളിനെ പറ്റിയാണ്. കൂട്ടിക്കാളി നിങ്ങൾക്ക് അറിയായിരിക്കും, ബെർലിൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലോട്ടാണെന്ന് തോന്നുന്നു. ആ ഒരു മൂവി നിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നു. അവിടെ ചെന്ന് പ്രദർശിപ്പിച്ച് അത്യാവശ്യം നല്ല റെസ്പോൺസ് ഒക്കെ കിട്ടിയൊരു മൂവിയാണ്. സ്വാഭാവികമായും നമ്മുടെ കേരളത്തിൽ റിലീസ് വളരെ 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 കുറവാണ്. എൻ്റെ നിയറസ്റ്റ് ആയിട്ട് എങ്ങും ഇല്ലായിരുന്നു. ഞാൻ PVR ലുലുവിലാണ് പോയി കണ്ടത് കേട്ടോ. കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്രയും ദൂരെ പോയി കണ്ടത്. സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. എനിക്കൊരു നല്ല കിഡിലിൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ചില സിനിമകൾ നമ്മളെ കുറേ ഡീറ്റെയിലിംഗ് ആയിട്ട് കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നൊരു ഫീല്, അങ്ങനെ തോന്നിയൊരു സിനിമയായിരുന്നു കൂട്ടിക്കാളി. എങ്ങാണ്ട് 1 മണിക്കൂർ 44 മിനിറ്റേ ഉള്ളൂ. ഒരു ചെറിയൊരു ഇൻസിഡൻ്റ് ആണ്. അതായത് ആ ഇൻസിഡൻറ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം, അത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ആ ഒരു ഇൻസിഡൻറ്റിനെ അവർ കംപ്ലീറ്റ് ആക്കുന്നത് നല്ല കിഡിലും കുറേ പെർഫോമൻസുകളും ഇതുപോലെയുള്ള കുറേ ലെങ്തി ഒരു ഷോട്ടുകളും വെച്ചിട്ടാണ്. അതുകൊണ്ടായിരിക്കും എനിക്കൊരു പുതിയൊരു അനുഭവമായിട്ട് തോന്നി. അത്തരത്തിലുള്ള മൂവി ഞാൻ കാണുമെങ്കിലും എനിക്കൊരു കുറച്ചുപോലും ബോറൊന്നും അടിച്ചില്ല. കാരണം അത് അത്തരത്തിലുള്ളൊരു മൂവിയാണ്, അത് അങ്ങനെ കാണേണ്ട ഒരു മൂവിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. ഇത് ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങേയറ്റം ഇത് ഇറങ്ങിപ്പോരാൻ ചിലപ്പോൾ തോന്നിയെന്ന് വരും. ആ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കൂട്ടിക്കാളി. ആദ്യം അതിൻ്റെ ഒരു ബേസ് സ്റ്റോറി ഞാൻ പറയാം കേട്ടോ. വളരെ വളരെ സിമ്പിളാണ്. വളരെ സിമ്പിൾ എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ കാണുന്ന അന്നാബെന്നിൻ്റെ ക്യാരക്ടർ, പുള്ളിക്കാരി ഒരു പയ്യനുമായിട്ട് സ്നേഹത്തിലാണ്. ആ ഒരു പയ്യൻ വേറെ ജാതിയിലായതുകൊണ്ടും ആ ജാതിക്കാരൻ പയ്യൻ എന്തോ കൈവശം കൊടുത്ത് ഇവളെ മാറ്റിയെന്ന് ഇവളുടെ ബന്ധുക്കളും കുറച്ച് ആൾക്കാരും ഒക്കെ ഇങ്ങനെ വിശ്വസിച്ചിരിക്കുക. അങ്ങനെ വിശ്വസിച്ച് അവളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു മന്ത്രവാദി എന്ന് ഞാൻ പറയുന്നില്ല, ഒരു ആസ്ട്രോളജർ അല്ലല്ലോ, എന്താ അതിന് പുള്ളിക്കാരൻ പറയുന്ന പേര്, എന്തെങ്കിലും ആട്ടെ, അത്തരത്തിലുള്ള ഇതൊക്കെ ഒഴിപ്പിക്കുന്ന തരത്തിലുള്ള ഒരാളുടെ അടുത്തോട്ട് കൊണ്ടുപോകുന്നതാണ് കഥ. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ആ കൊണ്ടുപോകുന്ന വഴി നടക്കുന്ന കുറേ കാര്യങ്ങൾ ഭയങ്കര റിയലിസ്റ്റിക് എന്ന് വെച്ചാൽ, അവർ ഒന്നിങ്ങനെ അനങ്ങിയാൽ പോലും അത് അവർ ചെയ്തതാണെന്ന് തോന്നും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സിറ്റുവേഷൻ നടക്കുക, നിങ്ങൾ എന്താന്ന് വെച്ച് ചെയ്തോ, ഞാനൊരു ക്യാമറയായിട്ട് അത് വഴിയൊക്കെ നടന്നോളാം എന്ന് ക്യാമറമാനും സംവിധായകനും പറഞ്ഞു കഴിഞ്ഞിട്ട് അത് അവർ ചിത്രീകരിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് സിനിമ. പലയിടത്തും നമ്മൾ കാണുന്ന തരത്തിലുള്ള ഷോട്ട് വെക്കലോ അല്ലെങ്കിൽ ആംഗിളോ അല്ലെങ്കിൽ ഒരു കട്ട് പോയിന്റോ ഒന്നുമല്ല. എനിക്കതൊരു ഭയങ്കര നല്ല രസമായിട്ട് തോന്നി. എസ്പെഷ്യലി അതൊരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്സ് പറയുന്ന ഒരു സിനിമയായിട്ടാണ് ഫീൽ ചെയ്തത്. അതിൽ എന്നെ ഞെട്ടിച്ച പ്രകടനം, അത് ഒബ്വിയസ്ലി സൂര്യയുടെ പ്രകടനം ഉണ്ട്, പക്ഷെ എന്നെ കുറച്ചും കൂടെ ഞെട്ടിച്ചത് തന്നെ അന്നാബെന്ന കേട്ടോ. പുള്ളിക്കാരിയുടെ എക്സ്പ്രഷൻ ത്രൂ ഔട്ട് ഒരൊറ്റ എക്സ്പ്രഷനാണ്. പുള്ളിക്കാരിക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ പുള്ളിക്കാരി കുറച്ച് പിടിച്ച് വെച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നുള്ളത് പുള്ളിക്കാരിയുടെ മുഖത്തുണ്ട്. അതുപോലെ തന്നെ പുള്ളിക്കാരി നേരിടുന്ന അക്രമങ്ങൾ എന്ന് പറയുന്നില്ല, പുള്ളിക്കാരി നേരിടുന്ന ഫിസിക്കൽ അബ്യൂസ്, അതിനെയൊക്കെ ഓവർകം ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എനിക്ക് സംഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ അടുത്ത നിമിഷം ഞാൻ ഓക്കെ ആകും എന്നൊക്കെ കാണിക്കുന്ന തരത്തിലുള്ള ഒരു ഷോട്ടാണ്. ആ ഒരു ഷോട്ട് കിട്ടില്ല സാധനം, ഞാൻ ഞെട്ടിപ്പോയി. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് ഒട്ടും അറിയത്തില്ല. ആ ഒരു ഷോട്ടിൽ സൂര്യ ജീവിക്കുമായിരുന്നു. സൂര്യ മാത്രമല്ല, 8-10 പേരെയുള്ള ആ ഒരു സിനിമയിൽ ആ 10 പേരും ആ ഒരൊറ്റ ഷോട്ടിൽ എന്ത് ഗംഭീര പ്രകടനം. അതൊക്കെ പറ്റുമോയെന്ന് എനിക്കറിയില്ല. അതൊക്കെ എങ്ങനെയാണ്? അപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ സൂര്യയുടെ ഒരു ദേഷ്യം കാണിക്കുന്നൊരു സംഭവമാണ്. ഓട്ടോയ്ക്കകത്തിരിക്കുക, അപ്പം അന്നാബെൻ എന്തോ ഒരു പാട്ട് ഹം ചെയ്യും. അത് സൂര്യക്ക് ഇഷ്ടപ്പെടില്ല. സൂര്യ അന്നാബെന്നിനെ കെട്ടാൻ പോകുന്ന മീൻസ് ഇതിൽ നിന്നൊക്കെ അന്നാബെന്നിനെ മാറ്റിയെടുക്കണം. ഇപ്പം പുള്ളിക്കാരൻ കല്യാണം കഴിച്ച് ഒരു കുടുംബജീവിതമാകുമ്പോൾ പുള്ളിക്കാരി മാറുമെന്നൊക്കെയാണ് ഇവരുടെ വിചാരം. അങ്ങനെ കല്യാണം കഴിപ്പിക്കാൻ പോകുന്ന ആളാണ് സൂര്യ. ഈ സൂര്യ ആ ഒരു സമയത്തൊരു പെർഫോമൻസ് ഉണ്ട്. ഓട്ടോ എന്നിറങ്ങിയിട്ട് അതൊരു സംഭവമാണത്. എന്ത് റിയലിസ്റ്റിക്കാന്ന് ഞാൻ ആലോചിക്കണം. അത് നമ്മളിപ്പം ഒരാളെ ചവിട്ടുവാണെങ്കിലും നമ്മളൊന്നും ശ്രദ്ധിക്കില്ലേ, അവിടെ ചവിട്ട് അയാൾക്കിട്ട് കൊള്ളല്ലേ, അല്ലെങ്കിൽ അയ്യോ അയാളെ ഉപദ്രവിക്കരുന്നുള്ള തോട്ട് നമ്മുടെ ഉള്ളിലുണ്ടായിട്ട് നമ്മൾ ചവിട്ടാൻ പോകുന്നിടത്ത് ഒരു സ്റ്റോപ്പ് വെക്കും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. അത് അങ്ങനത്തെ ഷോട്ടാട്ടോ. ഞാൻ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് ഞാൻ പറയുന്നത്, എനിക്ക് ആ ഷോട്ട് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ സമയത്ത് അന്നാബെന്നിൻ്റെ ഒരു ഫേസ് എക്സ്പ്രഷൻ ഉണ്ട്. പുള്ളിക്കാരിക്ക് അറിയാം ഞാൻ അടി മേടിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ അടി മേടിക്കുവാണ്. അത് മേടിക്കുക, ഞാൻ അവിടെ ഒന്നും ചെയ്യണ്ട, അത് അവർ തല്ലും. അതങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ശീലിച്ചവളാണ്.
ആ ഒരു സാധനം പുള്ളിക്കാരുടെ മുഖത്തുണ്ട്. അതിൻ്റെ അടുത്ത ഷോട്ടിൽ പുള്ളിക്കാരി റിക്കവർ ആവുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്. എനിക്കത് ഭയങ്കര കിഡിലായിട്ട് തോന്നി. നിങ്ങൾക്ക് എങ്ങനെയൊന്നും എനിക്കറിയില്ല കേട്ടോ. എനിക്കത് ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ട് ആ ഷോട്ട് കണ്ടു. ഞാൻ ശരിക്കും എൻ്റെ ദൈവമേ, ആ ഒരു സംഭവം അത്ര റിയലിസ്റ്റിക് ആയിട്ട് എടുത്തത് കൊണ്ടായിരിക്കാം ആ ഒരൊറ്റ സീനിൽ തന്നെ എനിക്ക് സിനിമ വർക്കായി. അതിലുണ്ട് എന്താണ് ഈ ഒരു സംഭവം, ഇവരുടെ ടീം എങ്ങനെയാണെന്നുള്ള കൊള്ളായിരുന്നു. ഇവർ രണ്ടുപേരും മാത്രമല്ല കേട്ടോ, അതിൽ വരുന്ന ഓരോരുത്തരും നേരത്തെ പറഞ്ഞല്ലോ റിയലിസ്റ്റിക് ആയിട്ട് അവർ അഭിനയിക്കുന്നുണ്ട്. ഇപ്പം വേറൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഒരു നാട്ടും പുറത്തെ രണ്ടുപേര് കള്ള് കുടിക്കുവാണെങ്കിൽ എങ്ങനെയായിരിക്കും? അവിടെ ഒരു വലിയ ലെങ്തി ഷോട്ടാണ്. പുള്ളിക്കാരൻ നടന്നു പോയി സാധനം മേടിച്ച് ഇങ്ങനെ വന്ന്, പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ വെള്ളമാണല്ലോ, അതിങ്ങനെ കടിച്ചു പൊട്ടിച്ച് ഇങ്ങനെ ഒഴിച്ച് പെട്ടെന്നാണ് ഇങ്ങനെ മുഖമൊക്കെ തുടയ്ക്കുന്നതെല്ലാം അവർ ഓട്ടോമാറ്റിക്കലി ചെയ്തു പോകുന്ന. ചിലപ്പോൾ നമ്മളൊക്കെ അങ്ങനെ ഷോട്ട് എടുക്കുവാണെങ്കിൽ ഇങ്ങനെ മുഖം തുറക്കും, അയ്യോ സോറി കട്ട് നമ്മൾ അറിയാണ്ട് ചെയ്തു പോകുമല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള മൈന്യൂട്ട് സാധനങ്ങൾ വരെ അവർ ക്യാപ്ചർ ചെയ്ത് അത് ഡീറ്റെയിലിംഗ് ആയിട്ട്, അതായത് ഇങ്ങനെയുള്ളവർ അങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള സാധനമില്ലേ, അത് നല്ലപോലെ ഗംഭീരമായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് മ്യൂസിക് ഇവിടെ ഇല്ല. ഒരു തരി പോലും മ്യൂസിക് ഇല്ല. അത് എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. മ്യൂസിക് ഇല്ലെങ്കിലും സിനിമേനെയൊക്കെ പിടിച്ച് നിർത്താൻ പറ്റുമല്ലേ എന്നുള്ളൊരു സംഭവം എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. സർട്ടിഫിക്കേഷൻ കാണിക്കുമ്പോൾ തൊട്ട് മ്യൂസിക് ഇല്ല. അതൊരു വെറൈറ്റി അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന മനുഷ്യരല്ലാത്ത 2 കോഴിയും ഒരു പോത്തും, കാളയോ എന്താണ്, കാളയാ കേട്ടോ, സോറി. ഇവരൊക്കെ എന്തിന് കോഴിയൊക്കെ അഭിനയിക്കുന്നത്? അത് എങ്ങനെ പറയണ ആ സിറ്റുവേഷൻ എനിക്കറിയില്ല. കോഴിയൊക്കെ നല്ല രീതിയിലാണ് അത് വെയിറ്റ് ചെയ്ത് നിന്ന് എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവർ അഭിനയിക്കുന്ന കൂട്ടത്തിൽ അതും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ പുള്ളിക്കാരൻ നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ലെങ്തി ഷോട്ടുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇത് കട്ട് ഷോട്ടല്ല, കോഴിയുടെ പോർഷൻ അത് വരുന്നവരെ വെയിറ്റ് ചെയ്യുമൊന്നുമല്ല, അവർ ചെയ്യുന്ന കൂട്ടത്തിൽ ഇതും ചെയ്യുന്നുണ്ട്. അവരിലെ ഒരാളായിട്ട് ഈ കോഴിയും അത് ചെയ്ത്, അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വെയിറ്റ് ചെയ്തിട്ടിരുന്നതാണോ അതോ ഇവരിത് ശ്രദ്ധിക്കാതെ വിട്ടതാണോ അതോ ഭാഗ്യം കൊണ്ട് വന്നതാണോ എന്താണെന്നറിയില്ല. പക്ഷെ എനിക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു കാളയുടെ ഷോട്ടൊക്കെ ആണെങ്കിലും അത് VFX ഒന്നും അല്ലാന്ന് തോന്നുന്നു. അത് ഇങ്ങനെ കുറച്ച് ദേഷ്യം കാണിക്കുന്നൊരു സാധനമൊക്കെയാണ്. ഈ അന്നാബെന്നിൻ്റെ ഒരു ഇമോഷൻസ് കാണിക്കുന്ന ഒരു എന്തൊക്കെയോ ഇന്നർ മീനിങ് ഒക്കെ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ശരിയായിരിക്കാം കേട്ടോ. കുറേ ഡീറ്റെയിലിംഗ് ആയിട്ട് പറയുന്ന റിവ്യൂവേഴ്സൊക്കെ ഉണ്ട്. നമ്മൾ ഉണ്ണി വ്ളോഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ ചാനലൊക്കെ നോക്കിയേക്കും, പുള്ളിക്കാരൻ ചിലപ്പോൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും. എനിക്കത് അങ്ങനെ തോന്നി. സിംബോളിക്കലി അന്നാബെന്നിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഇമോഷൻസ് പുള്ളിക്കാരിനെ കുറച്ചും കൂടെ മനസ്സിലാക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ കോഴിയും കാളകളും ഒക്കെ ആണെന്ന് തോന്നുന്നു, കാളയൊക്കെ ആണെന്ന് തോന്നുന്നു. അത്തരത്തിൽ കുറേ ഹിഡൻ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇവർ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ടെക്നിക്കലൊന്നും പറയാനില്ല. വിഷ്വലൊക്കെ ഇല്ലേ, വിഷ്വലൊക്കെ സിമ്പിളാണ്. ഗംഭീര വിഷ്വൽസ് ഒന്നും ഞാൻ പറയില്ല, റിയലിസ്റ്റിക് വിഷ്വൽസ് ആണ്. ഒരു വിഷ്വൽ ഞാൻ പറയാം. ഒരു വൈറ്റ് ഫ്രെയിമിൻ്റെ ഇങ്ങേയറ്റത്ത് ഇവർ കുറച്ച് പേര് നിൽക്കുന്നു, ഇങ്ങേയറ്റത്ത് ഒരു കാള നിൽക്കുന്നു. അത് രണ്ട് മൂലയ്ക്ക്. അപ്പം നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ഇവരെ രണ്ടുപേരും 2 മൂലയ്ക്കായിട്ട് നോക്കണം. അവർ സെൻട്രലൈസ് ചെയ്തിട്ടൊന്നുമല്ല അവർ വെച്ചേക്കുന്നത്. അത്തരത്തിൽ കുറച്ച് ഈസി ആയിട്ടുള്ള, നമ്മുടെ കണ്ണുകൊണ്ട് എന്ത് കാണുന്നോ, നമ്മൾ എന്ത് കണ്ണുകൊണ്ട് കാണാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം അങ്ങനെയാണ് അവർ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. പിന്നെ കുറേ ലെങ്തി ഷോട്ടുകളാണ്. മുകളിൽ നിന്നൊക്കെ എടുക്കുന്ന ഷോട്ടുണ്ട്, കണ്ടിന്യൂസ് ഷോട്ടുണ്ട്, ഫോളോയിങ് ഷോട്ടുണ്ട്, വണ്ടി ഓടുന്ന ഷോട്ട്, അങ്ങനെ നമുക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഷോട്ടുകളാണ്, സിമ്പിൾ ഷോട്ടുകളൊക്കെയാണ് ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഷോട്ടുകളുടെ പോരായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കവറപ്പ് ചെയ്യുന്നത് ഇവരുടെ പെർഫോമൻസ് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവരോട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കൊടുത്ത് ഞങ്ങൾ ക്യാമറയായിട്ട് പൊക്കോളാം, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞ അതേ ഫീലാണ്. പെർഫോമൻസുകൾ കിഡുവാണ്. പെർഫോമൻസുകളെ പറ്റി എനിക്കൊന്നും പറയാനില്ല. ആ പെർഫോമൻസ് കൊണ്ടാണ് ഈ വിഷ്വൽസിൻ്റെ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അത് കയറി പിടിക്കുന്നത്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബെർലിൻ ഫിലിം ഇൻ്റർനാഷണലോ അവിടെയൊക്കെ പോയി മത്സരിച്ചൊരു സിനിമയാണ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് PS വിനോദ് രാജാണ്. അദ്ദേഹത്തിൻ്റെ മുന്നത്തെ ഷോർട്ട് ഫിലിം അങ്ങനെ എന്തോ കണ്ടിട്ട് ശിവകാർത്തികേയൻ ചെയ്തതാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ പുള്ളിക്കാരൻ്റെ ഒരു അറ്റംപ്റ്റ് കൊള്ളാം, പുള്ളിക്കാരൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യം കൊള്ളാം. ക്ലൈമാക്സ് എനിക്ക് കുറച്ചും കൂടെ നമ്മളിലേക്ക് ഇട്ട് തന്നൊരു ഫീല്. നിങ്ങൾ ഇതിൽ നിന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഊഹിച്ചെടുത്തോളൂ എന്ന് പറയുന്ന രീതിയിലുള്ള ക്ലൈമാക്സ്. അത് സ്പോയിലർ ആയിരിക്കും കേട്ടോ ചിലപ്പം, പക്ഷേ എനിക്കത് പറയണം എന്ന് തോന്നി. ഇപ്പം ഇറങ്ങിയിട്ട് എന്തായാലും കുറച്ച് നാളായല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാൻ ഓർത്തത്. അത് എനിക്ക് അത്രയ്ക്കും ഓക്കെ ആയി തോന്നിയില്ല. ചിലപ്പം വേറെ പക്ഷം ആൾക്കാർ കാണുമ്പോൾ നന്നായിട്ട് തോന്നിയിട്ടുണ്ടാവും. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായോ, അതിൽ നിന്ന് നമ്മൾ എന്താണ് കാണാൻ ആഗ്രഹിക്കുന്നോ അത് നിങ്ങൾ ഇമാജിനറി ആയിട്ട് വിഷ്വലൈസ് ചെയ്തോളൂ എന്ന് പറയുന്ന തരത്തിലുള്ള ക്ലൈമാക്സ് ആയിരുന്നു.
ചിലപ്പോൾ അതൊരു വെറൈറ്റി ആയിരിക്കാം, ചിലപ്പോൾ അത് വെറൈറ്റി അല്ലായിരിക്കാം. അതിൻ്റെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ പറയണേ. എനിക്കത് അത്രയും അടിപൊളിയായിട്ട് തോന്നിയില്ല. അത്രയും നേരം കിടിലായിട്ട് വന്നതിൽ ആ ഒരു പോരായ്മയാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത്. പിന്നെ ലെങ്ത്ത് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു സാധാരണ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് വരുന്ന അത്രയും ലെങ്ത്തേ ഉള്ളൂ ടോട്ടലി ഈ ഒരു സിനിമ. 1.25 മണിക്കൂർ അങ്ങാണ്ടേ ഉള്ളൂ. തമിഴ് സിനിമയാണ്. ഇത്തരത്തിലുള്ള സിനിമകൾ എല്ലാ നാട്ടുകാരും ഇഷ്ടപ്പെടുന്നു വരില്ല. അതുകൊണ്ട് തന്നെ അവർ അധികം ഡിസ്ട്രിബ്യൂഷൻ ഒന്നും എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ എറണാകുളത്ത് PVR-ലാണ്, ഞാൻ പറഞ്ഞല്ലോ, അവിടെയാണ് കണ്ടത്. അപ്പോൾ അവിടെ എന്തായാലും ഉണ്ട്, വേറെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് കുട്ടിക്കാളി എന്ന സിനിമയെ പറ്റി എനിക്ക് സംസാരിക്കാനുള്ളത്. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. സിനിമ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് റിവ്യൂ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. OTT വന്നാൽ നിങ്ങൾ കാണാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. പക്ഷേ മാക്സിമം തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. ഇതുപോലത്തെ നല്ല നല്ല സിനിമകളൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി 5-ാം തീയതി കഴിഞ്ഞ് കാണാം.